പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, 2ാം ക്ലാസ് വാർഷിക പരീക്ഷ ഫിഖ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏത് രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക, ഏത് ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എന്നീ വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ നല്ല വീഡിയോയാണ്. രക്ഷിതാക്കൾ മുഴുവനായി തന്നെ കാണുകയും കുട്ടികൾക്കത് കാണിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ ഒരു പരീക്ഷയിൽ നമ്മുടെ മക്കൾക്ക് സിമ്പിളായിട്ട് മുഴുവൻ മാർക്കും വാങ്ങാൻ കഴിയും. കാരണം കുറഞ്ഞ ഭാഗങ്ങളെ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ ആദ്യം മോഡൽ ചോദ്യപേപ്പർ ഒന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് കാണാം, ഒന്നാമത്തത് ശരിക്ക് ശരി അടയാളം നൽകാം എന്നുള്ളതാണ്. ചിലപ്പോൾ ശരിയും തെറ്റും എഴുതാനായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ശരിക്ക് ശരി മാത്രം ഇട്ടാൽ മതി. ശരിയായതുണ്ടോ അതിന് ശരി ഇട്ട് കൊടുക്കുക, തെറ്റായതിന് തെറ്റിട്ട് കൊടുക്കണ്ട. തെറ്റിട്ട് കൊടുത്താലും ഉസ്താദിന് കാര്യം മനസ്സിലാക്കി ഉസ്താദ് മാർക്ക് നൽകും. എന്നാലും പറഞ്ഞത് മാത്രം ചെയ്താൽ മതി. ഇനി ശരിയും തെറ്റും അടയാളപ്പെടുത്താനാണെങ്കിൽ രണ്ടും മനസ്സിലാക്കി ചെയ്യുക. ഇവിടെ ഒന്നാമത്തത്, നിങ്ങളുടെ കൂട്ടുകാരൻ ധൃതിയിൽ നിസ്കരിക്കുന്നു. അപ്പോൾ നിസ്കാരം മനോഹരമാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചിരുന്നു കുട്ടികളെ. അവസാനത്തെ ഭാഗത്താണ് അത് വരുന്നത്. രക്ഷിതാക്കൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ധൃതിയിൽ നിസ്കരിക്കാതിരിക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. ഇവിടെ നിങ്ങളുടെ കൂട്ടുകാരൻ ധൃതിയിൽ നിസ്കരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ശരിയായ ആശയം അല്ല, അതുകൊണ്ട് നമ്മളൊന്നും ഇട്ടിട്ടില്ല. രണ്ടാമത്തത്, തല മറക്കാതെ നിസ്കരിക്കുന്നു. തല മറച്ച് നിസ്കരിക്കുക എന്നതാണ് നിസ്കാരം മനോഹരമാക്കാനുള്ള കാര്യങ്ങളിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിനും ഒന്നും ഇടുന്നില്ല. മൂന്നാമത്തത്, കളിയെക്കുറിച്ച് ആലോചിച്ച് നിസ്കരിക്കുന്നു. അപ്പോൾ ഒന്നിനെയും ആലോചിക്കാതെ ഭയഭക്തിയോടെ നിസ്കരിക്കല്ലേ വേണ്ടത്. അപ്പോൾ അതും ശരിയല്ല. നാലാമത്തത്, കിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്നു. അത് ശരിയായിട്ടുള്ളതാണ്. നമ്മൾ നിസ്കരിക്കുമ്പോൾ എങ്ങോട്ട് തന്നെ മുന്നിടണം, കിബിലയിലേക്ക് മുന്നിട്ട് തന്നെ നിസ്കരിക്കണം. അഞ്ചാമത്തത്, ഭക്തിയോടെ നിസ്കരിക്കുന്നു. ഭക്തിയോടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ മറ്റു ചിന്തകളൊന്നുമില്ല. അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളും നല്ല നല്ല ചിന്തകളും നിസ്കാരവുമായി ബന്ധപ്പെട്ടതും പരലോകവുമായി ബന്ധപ്പെട്ട നല്ല ചിന്തകളുമായി ഭക്തിയോടെ നിസ്കരിക്കുന്നു. അത് ശരിയാണ്. അതുകൊണ്ട് അതിൽ ശരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ആറാമത്തത്, നിസ്കാരശേഷം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോകുന്നു. നിസ്കാരശേഷം പെട്ടെന്ന് എഴുന്നേറ്റ് പോകാതെ അവിടെ ഇരുന്ന് നിർദ്ദേശിക്കപ്പെട്ട ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലണം എന്നതാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് ശരിയല്ലാത്ത ആശയമായതുകൊണ്ട് ശരിയിടുന്നില്ല. ഇതിൽ പറഞ്ഞ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ രൂപത്തിൽ നമ്മളോട് ചോദിച്ചേക്കാം. ഇനി രണ്ടാമത്തത്, 2 വീതം എഴുതാം എന്നുള്ള ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്, നിസ്കാരം മനോഹരമാക്കാനുള്ള കാര്യങ്ങൾ ഇന്ന് 2 എഴുതിയാൽ മതി. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അവസാനത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. ചുരുങ്ങിയത് 4 or 5 പഠിച്ചു വെക്കുക. മുഴുവൻ പഠിച്ചു വെച്ചാലുള്ള ഗുണം, അഥവാ അതുപോലത്തെ ചോദ്യങ്ങൾ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്താനോ എഴുതാനോ അല്ലെങ്കിൽ ഓർഡറാക്കി എഴുതാനോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വേഗം മനസ്സിലാവണമെങ്കിൽ എല്ലാം നല്ലോണം വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഇവിടെ സ്ഥലത്തിനനുസരിച്ച് 3 എഴുതി കൊടുത്തിട്ടുണ്ട്. വൃത്തിയുള്ള സ്ഥലത്ത് നിസ്കരിക്കുക. അതുപോലെ തന്നെ തലയും പിരടിയും മറക്കുക. തല അതുപോലെ തന്നെ പിരടി ഇതൊക്കെ മറക്കുക. പിന്നെ ഉന്മേഷത്തോടെ നിസ്കരിക്കുക. ചാവാലി കഴുതകളെ പോലെ ഉന്മേഷമില്ലാതെയല്ല, നല്ല ഉന്മേഷത്തോടു കൂടെ തന്നെ നിസ്കരിക്കുക. ഇതിൻ്റെ ബാക്കി ഇനിയും ഒരുപാടെണ്ണം ഉണ്ട്. രക്ഷിതാക്കളൊന്ന് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തത് നമുക്ക് വായിക്കാം. സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങൾ ഏതൊക്കെയാണ്? സുജൂദ് ചെയ്യുമ്പോൾ ഏതൊക്കെ അവയവങ്ങൾ നിലത്ത് വെക്കണം? നെറ്റി, മൂക്ക്, 2 മുൻകൈയിൻ്റെ പള്ളകൾ, 2 കാൽമുട്ടുകൾ, അതുപോലെ തന്നെ 2 പാദങ്ങളുടെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയുന്നുണ്ടോ ശ്രദ്ധിക്കുക. 2 കാലുകളുടെ വിരലുകളുടെ പള്ളകൾ, ഇതൊക്കെ സുജൂദിൽ നിലത്ത് വെക്കേണ്ട അവയവങ്ങളാണ്. മൂന്നാമത്തത്, വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്നേഹമായ സബ്സ്ക്രൈബാണ്. ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു ലൈക്ക് ഇപ്പോൾ തന്നെ കൊടുത്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ നന്ദി അറിയിച്ച് അൽഹംദുലില്ലയോ താങ്ക്സോ മറ്റോ എഴുതി അറിയിക്കുകയും ചെയ്യുക. മൂന്നാമത്തത്, അനക്കം അടങ്ങേണ്ട സ്ഥലങ്ങൾ. അപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് തുമഇനീനത്ത് എന്ന് പറയുന്ന ഒരു റുക്കുനുണ്ട്, നിസ്കാരത്തിൻ്റെ ഫർളുണ്ട്. അല്പം അനക്കം അടങ്ങുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോ കുറച്ച് നേരം അവിടെ ഇരിക്കുക അല്ലെങ്കിൽ നിൽക്കുക, താമസം ചെയ്യുക. നിസ്കാരത്തിൽ എല്ലാം സ്പീഡിൽ സ്റ്റോപ്പില്ലാതെ ചെയ്യാതെ
അല്പം താമസിച്ച് ചെയ്യുക. അതാണ് അനക്കമടങ്ങുക. അതെവിടേക്ക് വേണം? റുക്കൂയിൽ വേണം. അതുപോലെ തന്നെ എഴുത്തിദാൽ, രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തം എന്നാണ് മനസ്സിലാക്കണം. ഇടയിലെ ഇരുത്തം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ അത് അറിയുന്നുണ്ടാവില്ല, പറഞ്ഞു കൊടുക്കണം. ആദ്യം ഒരു സുജൂദ് ചെയ്ത് കുറച്ച് നേരം ഇരിക്കുമല്ലോ, അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സുജൂദ് ചെയ്യും. അപ്പോൾ ആ 2 സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലും ഒരനക്കം അല്പനേരം അവിടെ ഇരിക്കണം. ഇനി മൂന്നാമത്തത് ഉത്തരം എഴുതാം എന്ന ചോദ്യമാണ്. 5 നേരത്തെ ഫർള് നിസ്കാരങ്ങൾക്ക് വേണ്ടി ബാങ്ക് സുന്നത്തില്ല. ആർക്ക്? സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല എന്ന് പറയുമ്പോൾ ഇക്കാമത്ത് സുന്നത്തുണ്ട് എന്നുകൂടെ അതിലൂടെ മനസ്സിലാക്കാം. രണ്ടാമത്തത് ആദ്യത്തെ 2 റക്അത്തുകളിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഓതണം എന്ത്? സൂറത്ത്. ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യത്തെ 2 റക്അത്തിൽ എന്ത് ഓതണം? സൂറത്ത് ഓതണം. മൂന്നാമത്തത് തുമഇനീനത്ത് എന്നാൽ എന്ത്? അത് നമ്മളിപ്പോൾ വിശദീകരിച്ചു. രക്ഷിതാക്കളൊന്ന് കാണിച്ചു കൊടുക്കുക. പ്രാക്ടിക്കലായി കണ്ടാൽ കുട്ടികൾക്ക് വേഗത്തിൽ മനസ്സിലാകും. നിസ്കാരത്തിൽ അനക്കം അടങ്ങലാണ് തുമഇനീനത്ത് എന്ന് പറയുന്നത്. നാലാമത്തത് ഒരു റക്അത്ത് പൂർത്തിയാകും എപ്പോൾ? 2ാം സുജൂദിൽ നിന്ന് ഉയരുന്നതോടെ ഒരു റക്അത്ത് പൂർത്തിയായി. ഇനി ക്രമീകരിച്ച് നമ്പർ ഇടാം എന്ന ഒരു ചോദ്യമാണ്. നമ്മളതവിടെ ശരിയാക്കി എഴുതി കൊടുത്തിട്ടുണ്ട്. സുജൂദ്, ഇഅ്തിദാൽ, ഇടയിലെ ഇരുത്തം, തക്ബീറത്തുൽ ഇഹ്റാം, നീയത്ത്, സലാം വീട്ടൽ, അത്തഹിയാത്ത്, റുക്കുഅ് എന്നിങ്ങനെ ഓർഡർ തെറ്റിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനെ ഓർഡർ ആക്കി എഴുതാൻ എന്തായാലും ചോദിക്കും. അതുകൊണ്ട് രക്ഷിതാക്കൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ നമ്പർ ഇടാനുണ്ടാകും, അല്ലെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, ഡിസോർഡറായി കൊടുത്തത് ഓരോന്നാ നമ്പറിലേക്ക് എഴുതി കൊടുക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഈ 8 കാര്യങ്ങളും വളരെ കുട്ടികൾക്ക് സിമ്പിളായി തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. 1 എഴുതേണ്ടത് നീയത്താണ്, 2ാമത്തത് തക്ബീറത്തുൽ ഇഹ്റാം, 3ാമത്തത് റുക്കൂഅ്, 4 ഇഅ്തിദാൽ, 5 സുജൂദ്, 6 ഇടയിലെ ഇരുത്തം, 7 അത്തഹിയാത്ത്, 8 സലാം വീട്ടുക എന്നുള്ളതാണ്. ഇനി 5ാമത്തത് വ്യക്തമാക്കാം എന്ന ചോദ്യമാണ്. 2 ഷഹാദത്ത് കലിമ ഏതൊക്കെയാണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതാണ്. 2 മുഖം കഴുകുമ്പോൾ കരുതേണ്ടത് വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നതാണ് മനസ്സിൽ കരുതേണ്ടത്. നാവുകൊണ്ട് പറയൽ സുന്നത്തേയുള്ളൂ, നിർബന്ധമായിട്ടും മനസ്സിൽ കരുതണം. അതാണ് നീയത്ത്. 3ാമത്തത് ഇക്കാമത്തിൽ മാത്രമുള്ള വചനം ഏതാണ്? ബാങ്കിലില്ല, ഇക്കാമത്തിലുള്ളത് അത് കദ്കാമത്തിസ്വല എന്നുള്ളതാണ്. 4 സുജൂദിൽ 3 തവണ ചൊല്ലേണ്ടത് സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്നതാണ്. റുക്കൂയിൽ നിന്ന് ഉയരുമ്പോൾ ചൊല്ലേണ്ടത് എന്താണ്? സമിഅല്ലാഹു ലിമൻ ഹമീദ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് അറിയുന്നതോടൊപ്പം എഴുതാൻ കഴിയുന്നുണ്ടോ എന്നുകൂടെ രക്ഷിതാക്കളൊന്ന് ഉറപ്പുവരുത്തുക. നിസ്കാരം കൃത്യമായി പഠിപ്പിക്കുക. തുടക്കം മുതൽ സലാം വീട്ടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതിനോട് കൂടെ തന്നെ നിസ്കാരം മനോഹരമാക്കാനുള്ള കാര്യങ്ങളും, നിസ്കാരത്തിൽ ചൊല്ലുന്ന ദിക്റുകൾ തെറ്റിച്ചു കൊടുക്കും, അത് റെഡിയാക്കി എഴുതാനുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പരീക്ഷയിലും മുഴുവൻ മാർക്കും കുട്ടികൾക്ക് നേടാൻ കഴിയട്ടെ. എല്ലാ മക്കൾക്കും അള്ളാഹു വിജയം നൽകട്ടെ. കമൻറ്റിൽ ആമീൻ എഴുതുന്ന എല്ലാ രക്ഷിതാക്കളുടെയും കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും ഉയർന്ന മാർക്കോടുകൂടെയുള്ള വിജയമുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്തിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കൊടുക്കാത്തവർ ഒരു ലൈക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവരൊന്ന് ചെയ്ത് കൂടെ കൂടുക. നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.